യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യം ഈശ്വര പ്രാർത്ഥന. എല്ലാവരും എഴുന്നേറ്റ് 1 മിനിറ്റ് പ്രാർത്ഥിക്കണം. അതെ, നന്നായിട്ട് മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളി കേട്ടോളേ. എല്ലാവർക്കും ഗുണം ചെയ്യണം തന്നെയാണ്. അതെ അതെ. ആരെന്ത് പോണത്? എരുന്ന് പോള് എന്ത്? അല്ല ഇങ്ങ അനുശോചനം പண்றாங்க. അത് അനുശോചനമൊന്നുമല്ല. അതെ, ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോക്കോ. എന്നാ മാറ്റർ? എന്നാ മാറ്റർ? ഞങ്ങളതേ ജോസൂട്ടി ഉണ്ട്, എല്ലാവരും മീറ്റിംഗാ? അങ്ങോട്ട് പോ, അകത്തേക്ക് പോക്കോ. എതുക്ക് മീറ്റിംഗ്? അതെ, കളിക്കാൻ നിൽക്കണ്ട, അങ്ങോട്ട് പോ. ഇത് വേറെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കാണ്. ഞങ്ങൾ കുടുംബയോഗം, കുടുംബ സംഗമമാ. അപ്പൊ ഞാനും ഇരിക്കണമല്ലേ? ഞാൻ இந்த കുടുംബത്തിലെ ഒരാളല്ലേ? ഇതൊരു കൊട എടുത്തോണ്ടെന്ന് കഴിഞ്ഞ ഇവിടെ ഇരിക്കാൻ പറ്റൂല. ഞാൻ കുടുംബ സംഗമത്തിലാണ്. വാസുട്ടി അളിയൻ കുടുംബ സംഗമത്തിൽ എന്താ നാനും ഇരിക്കും. ഒരു നല്ല കാര്യം നടക്കാൻ പോവാണ്, ബഹളം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. അവിടെ പോയി ഇരിക്കാകത്ത്. അത് എതുക്ക് ഞാൻ അങ്ങ് ഇരിക്കണം? ഞാൻ ഇങ്ങ ഒരാളാണ്. മീറ്റിംഗ് പൊളിഞ്ഞ് അവിടെ പോയിരിക്കുക. ഇത് നിങ്ങളുടെ കുടുംബ ഇതല്ലത്. ഇത് ഞങ്ങള് 3 പേരുടെ കുടുംബ യോഗം അല്ലേ? നിങ്ങളുടെ എല്ലാ കുടുംബല്ല. അവിടെ നിന്നോട്ടെ, മിണ്ടാതെ നിന്നാ മതി. അവിടെ നിൽക്ക്. ആ തെങ്ങിന്റെ പുറത്തിരിക്കും. ഒരു കാര്യം ചെയ്യും. എന്നാ തുടങ്ങിയാ നിർത്തുവോ? എന്നാ പറയും. ആ ഒരു ഫ്ലോ പോയിന്നേ. മീറ്റിംഗിന്റെ ഒന്നുമല്ല, അവിടെ പറയാൻ വന്നത് വിട്ടുപോയല്ലോ. ബഹുമാനപ്പെട്ട അമ്മ, നമ്മൾ ഇവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിച്ചു വരികയാണല്ലോ നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ കാര്യം വീട്ടിൽ നമുക്ക് ഭാര്യമാരോടിരുന്ന് പറയാവുന്നുള്ള കാര്യമാണെങ്കിലും വലിയൊരു കാര്യം തുടങ്ങുന്ന സ്ഥിതിക്ക് അതിൻ്റെതായ ഒരു ഹേമദണ്ഡം വേണമല്ലോ. മാനദണ്ഡത്തിലൂടെ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ തുടങ്ങാൻ പോകുന്ന ഒരിത്, അതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ നമ്മുടെ സുഹൃത്താണെങ്കിലും തലമൂത്ത വാസൂട്ടി സംസാരിക്കും. പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിൻ്റെ കുടുംബ യോഗത്തിൻ്റെ എൻ്റെ സുഹൃത്താണ് പരീക്കുട്ടി. പിന്നെ അധ്യക്ഷൻ, പിന്നെ അമ്മമാരെ. അതന്നെ. പിന്നെ ഭാര്യമാരെ, എല്ലാവരും കൂടിയിട്ട് അളിയൻ. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ നമ്മുടെ ഈ യോഗം നമ്മൾ വിളിച്ചത് അതിൻ്റെ ഒരു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കാതെ നമുക്കിത് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ഉദ്യമം എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു ഇല്ലടാ, ഞാൻ പറഞ്ഞു ശരി. നമ്മുടെ ആൾക്കാരെല്ലാരും എന്റെ രീതിയിൽ പറയും. നമ്മുടെ ഈ പിന്നെ ഞാൻ കൂടുതൽ ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതിപ്പോൾ ഞാൻ നേരത്തെ ഞാനേ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇത് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്ത് ജോസൂട്ടി, പരീക്കുട്ടിയൊക്കെ നിങ്ങളോട് പറയും. അപ്പോൾ ഞാൻ നിർത്താൻ പോവാണ്. എനിക്ക് വേറെ ഒന്നും ഇതിനെ പറ്റിയിട്ട് പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്തേ
അപ്പോൾ നമ്മൾ കൂടിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി വാസുട്ടി സംസാരിച്ചു. എന്ത് ഇനിയുള്ള കാര്യങ്ങൾ, ഇനി നമ്മുടെ വിഷയാവതരണം അതിനുവേണ്ടി ജനാബ് ഫരീഖുട്ടി സാഹിബിനെ ക്ഷണിക്കുന്നു. കാര്യം പറയേണ്ടത് ടെൻഷൻ അടിക്ക വേണ്ട, ഇക്കല് വന്നു ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ ഒരു കാര്യപ്പെട്ട ഒരു കാര്യം നടക്കണതിന്റെ ഇടയില് വെറുതെ